അസ്സലാമലൈക്കും. ഇപ്പം ഉണ്ടടിയുടെ ഉണ്ടോ? വനത് കാണണേ, വനത് കാണാൻ വേണ്ടി പോന്ന. വന വിളിച്ച ആരാ വന്നിന്? മനോ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ എന്നെ കാണാനായിട്ട് തെരഞ്ഞു പോന്ന. എന്തേ? നമുക്ക് ഇവിടെ പരിസരത്താണ് എൻ്റെ ആവശ്യം. കുറഞ്ഞ ദൂരം പോകാൻ വാണിയമ്പലത്തിന്റെ നമ്മളെ വണ്ടൂരിന്റെ അടിയിലായിട്ട് ഒരു ചെറിയൊരു പെരി, ഒരു 10-15 സെന്റ് സ്ഥലം കിട്ടിയ തിരക്കടില്ല. നമ്മളെ കുട്ടിക്ക് തന്നെയാണ്. ഒരു പാത്ത വിലക്ക്, കായില്ല, ഇല്ല കായ് റെഡി ആയിട്ട് കൊടുക്കുകയാണ്. അതിന് അവധിയൊന്നും പറയില്ല. ഒരു 15 സെന്റ് റൈസിന് കഴിച്ചാൽ പറ്റുന്ന സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പറ്റാവുന്ന സ്ഥലം, വെള്ളവും സൗകര്യങ്ങളും എല്ലാ സൗകര്യവും ആണ്. അപ്പൊ ചോദിച്ചു കായ് കുറഞ്ഞു ഈ സൗകര്യം കൂടെ കിട്ടു ചോദിച്ചു. കിട്ടുന്നുണ്ടെങ്കിൽ മതി. 15 ഇല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞാലും 1-2 സെന്റ് കുറഞ്ഞാലും കുഴപ്പമില്ല. ആയിക്കോട്ടെ, നിങ്ങൾ പേര് അകത്തേക്ക് ഇരിക്കാം. വിശദമായിട്ടൊരു കാര്യങ്ങൾക്ക് പറഞ്ഞുതരാം. വീഡിയോ അതെന്താ വെച്ചാലേ മനു, നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. എല്ലാവരും ഒരു സ്വപ്നമാണ് ഒരു വീട് അല്ലെങ്കിൽ ഒരു 5 സെന്റ് സ്ഥലം എന്നുള്ളത്. ഒരുപാട് ആൾക്കാർ വീടും പിന്നെ അതുപോലെ 5 സെന്റ് സ്ഥലമില്ലാതെ പ്രയാസപ്പെട്ട് ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. വാടക പെരയിൽ വർഷങ്ങളോളം വാടക കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കുട്ടിക്ക് ഇപ്പോ എങ്ങനെയാണ്? വാടകപ്പെരയിലാണോ? വാടകപ്പെരയില് നല്ല കൂടിയില്ല, ഇങ്ങനെ കൂടി അപ്പൊ ഒന്നൊന്ന് മാറണം എന്ന് കുട്ടികൾ മക്കളൊക്കെ 4-5 കുട്ടികളൊക്കെ ബുദ്ധിമുട്ടാണ്. 2 ചെറുക്കന്മാരെ പേരെ തൊടുവ് തന്നെ മറ്റുള്ള തല്ലുംപൊടി കുട്ടികൾ കൂടുന്നുണ്ട്. അങ്ങനെ ഇല്ല കായുകൊണ്ട് എങ്ങനെയും ഒന്ന് ചൊഗ്ഗാക്കിയ തിരക്കുള്ള. അപ്പൊ എന്റെ അടുത്ത് വന്ന എന്താ പറയാ, എന്റെ ബ്രോക്കറാണ് ഒഴിവാക്കി ഞാൻ തരുന്നത്. അത് ശരിയാണല്ലോ, നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടല്ലോ. അങ്ങനെയല്ലോ. ആ നിരക്കപ്പൊ എന്റെ അടുത്തേക്ക് പോകുന്നത്. ചിലപ്പോ ഞാൻ പോയി കണ്ടു കൂടുംബത്തിന്റെ ഇതേമാതിരി കുറച്ച് തരം നമുക്ക് പറ്റില്ല. നമുക്ക് സൗകര്യം 10-60 വയസ്സ് 70 വയസ്സായി. അടുത്തൊന്നും പോയി ആരെങ്കിലും മൂട്ട് പോയി കണ്ട് പോരാനോ സൗകര്യത്തിന് പറ്റിയൊരു തരം കിട്ടിയ തിരക്കില്ല എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ മക്കളെടുത്ത് ഇടയ്ക്ക് പോയി വിരുന്ന് പാർക്കാനോ പോയി വരാനൊക്കെ നമ്മളെ കൺവട്ടത്തിലായിരിക്കണം. ഇന്നിപ്പോ വാണിയമ്പലത്തിൽ പോകാൻ കുട്ടികളെ വരാതെയാണ് ഇങ്ങോട്ട് വരാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയിച്ചാനും പറ്റുന്ന ഒരു സ്ഥലത്തായ തിരക്കുള്ള. വാണിയമ്പലം പറ്റുമോ നിങ്ങൾക്ക്? വാണിയമ്പലത്ത് പറ്റൂല, അറിയാൻ പറ്റൂല. പോയി നോക്കിയിട്ട് നമുക്ക് പറ്റിയെങ്കിൽ അത് പറ്റുന്നുണ്ട്. അപ്പൊ വാണിയമ്പലം സാന്ധ്യമൊക്കെ നമുക്ക് ഇതിൽ എളുപ്പമല്ലാണ്. ഇനിയിപ്പോ മൂച്ചികന്ന് ഇങ്ങോട്ട് തച്ചമ്പൂർന്ന് കഴിഞ്ഞ് മൂച്ചികന്ന് ഇങ്ങോട്ടാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. പറ്റും. അങ്ങനെയാണെങ്കിൽ മോനെ നമ്മുടെ അടുത്ത് പിന്നെ വാണിയമ്പലത്തെ ഒരു സ്കൂബി വില്ലാസ് പറഞ്ഞ ഒരു പദ്ധതി, അതായത് ഇപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ ഒരു 2-3-4 മാസമായിട്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെ പിന്നെ അടവിന് കൊടുക്കുന്നുണ്ട്. അതായത് വലിയ പലിശ അല്ലാത്ത രീതിയിൽ, പലിശരഹിതമായ രീതിയിൽ ഭൂമി വേണമെങ്കിൽ ഭൂമി, ഇനി വീട് വേണമെങ്കിൽ വീട്, കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അവസരമുണ്ട്. ഇപ്പം നമുക്ക് വാണിയമ്പലത്തെ സ്കൂബി വില്ലാസ് എന്നാണ് പേര്. അപ്പോൾ അവിടെ നമുക്കൊന്ന് പോയിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്കാം. അതിന് ശേഷമാവും നമുക്ക് ഒന്നും കൂടി അപ്പുറത്ത് വേണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കാം. കാരണം നമുക്കിപ്പോൾ ഇങ്ങോട്ട് പറയാൻ കാരണം വെച്ചാൽ കുടുങ്ങാനും പാടില്ല. നമ്മളെ കൺവട്ടത്ത് ഇത് വേണമല്ലോ. പിന്നെ വലിയ പൈസ അങ്ങോട്ട് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ വീട് നമ്മൾ എപ്പോഴെപ്പോഴും ഉണ്ടാക്കൂല. അപ്പോൾ ഉണ്ടാക്കുന്ന വീട് നല്ല വൃത്തിയിലും വെടുപ്പിലും അതിൻ്റെ പരിസരത്താവണമെന്നൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ചെറിയൊരു വീട് ഉണ്ടാക്കി ഒരു 500 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 600 സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഏച്ചുകൂട്ടാൻ നമ്മൾ കൊണ്ട് കഴിഞ്ഞോളുന്നില്ല. പിന്നെ ആ ഒരു റൂമിൽ 5-6 കുട്ടികളും. അപ്പോൾ കുറച്ച് പൈസ കൊടുത്തിട്ട് ബാക്കി കുറച്ച് പൈസ കടവിടാനോ ലോൺ ഇടാനൊക്കെ പറ്റുന്ന രീതിയിൽ ഒരു പദ്ധതി നമ്മളെ വണ്ടൂർ പഞ്ചായത്തിലെ വാണിയമ്പലത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കല്ലേ? പോയോക്കാം, നമുക്ക് ആവശ്യമുള്ള സാധനമല്ലേ. അപ്പോൾ നമുക്ക് ഓരോടൊന്ന് സംസാരിച്ചിട്ട് എങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് എന്താണ് അവർ പറയണത് നോക്കിയിട്ട് ആയിക്കോട്ടെ, എന്നിട്ട് കാര്യങ്ങൾ പോവാണ്. ശരി. അപ്പോ മാനു, മസ്കാൻ ബിൽഡേഴ്സിന്റെ വില്ല അപ്പാർട്ട്മെന്റുകളും സൈറ്റുകളൊക്കെ കാണാൻ നമ്മൾ പോകുന്നത്. ഇത് കണ്ടെങ്കിൽ ഇത് ചർച്ചാണ്, വാണിയമ്പലത്തിന്റെ സൗകര്യമാണ്. ചർച്ച് തൊട്ടപ്പുറത്ത് മുസ്ലിം പള്ളി. ഇതൊക്കെ ഇത് സ്കൂള് കണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലേ? കുട്ടികൾ പഠിച്ച സ്കൂൾ. അപ്പൊ സ്കൂള് പുതിയത് അതെന്താ വെച്ചാൽ അത് പറയുന്നത് നിങ്ങൾക്കും വേറെ കാണണം, ഒരുപാട് ആയിക്കോട്ടെ എഴുതിയിട്ടാണ്. അപ്പൊ എന്താ വെച്ചാല് ഇതാണ് ഹയർ സെക്കൻഡറി സ്കൂള്. മനസ്സിലാവുണ്ടോ? മനസ്സിലായി.
ഇതാണ്ട അതിന്റെ ബോർഡ് കാര്യങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂള്. അപ്പൊ നമ്മള് ഇവിടെയുള്ള അതായത് മസ്കാൻ ബിൽഡേഴ്സ് മഞ്ചേരിയുടെ ബ്രാഞ്ച് ആയിട്ട് നമ്മളെ വണ്ടൂർക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ വാണിയമ്പലത്താണ് ഇവർ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇത് ഏത് റൂട്ട് മേലെ ചെയ്താൽ ഈ കാണുന്ന വാണിയമ്പലം ജംഗ്ഷൻ ആണിത്. അപ്പൊ ഇത് ശാന്തി റൂട്ടിന് ശാന്തി റൂട്ടിന് കുറച്ച് ഇവിടെ നിങ്ങട്ട് നിങ്ങൾക്ക് അറിയില്ല കാരണം വല്യവള്ളിന്റെ തൊട്ടപ്പുറത്ത് ഇതാ കണ്ടങ്ങള് ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ്. നമ്മളത് എവിടെ നിങ്ങൾക്ക് മനസ്സിലായപ്പോ സ്ഥലം KK നഴ്സറി ഇല്ലേ? KK നഴ്സറിന്റെ അടുത്താണിത്. നമ്മളെ KCB-ന്റെ ഒക്കെ തൊട്ടടുന്ന അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ തിരിയേണ്ടി കേട്ടാ. പാറക്കോട് തിരിഞ്ഞാൽ മതി നമുക്ക്. ആ ഇത് കണ്ടങ്ങൾ സ്ഥലം കണ്ടു എന്തത് കാണാം. എന്തല്ലേ കണ്ണായ സ്ഥലം നിരന്ന് കിടക്ക. ഞാന് ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഒരു 10 സെന്റ് സ്ഥലമോ വീടോ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു നമ്മളത്തെ ഒരു വില്ല പ്രൊജക്ട് നടത്തുന്ന സ്കോബി വില്ലാസിനെ പറ്റി ഞങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞാൽ. നിങ്ങളിപ്പോൾ ഇവിടെ സ്ഥലമായിട്ടാണോ വെക്കണോ അതോ വീട് കയറ്റിയാൽ കൊടുക്കണേ എന്നറിഞ്ഞാൽ അതിനും വേണ്ടി പോകുന്നതാണ്. നമ്മളിവിടെ കുറച്ച് സ്ഥലമായിട്ടും കൊടുക്കുന്നുണ്ട്. ആ സ്ഥലത്ത് ആൾക്ക് വീട് വേണമെങ്കിൽ വീട് വെച്ച് കൊടുക്കും. അത് നിങ്ങളെ ഗവൺമെന്റിൽ വെച്ച് തരിക, നമ്മൾ ചെയ്ത് കൊടുക്കും. നമ്മൾ ആ സ്ഥലത്തിനും വീടിന് കൂടിയാണ് വിലക്കെട്ട് അതോ സ്ഥലത്തിന് വിലക്കെട്ടിയിട്ട് വീട് വെച്ച് എങ്ങനെയാണ് പരിപാടി? സ്ഥലത്തിന് നമ്മൾ വില കൊട്ടി ആൾക്ക് സ്ഥലം നമ്മൾ സെയിൽ ചെയ്യും. അതിനുശേഷം നമ്മൾ അവൾക്ക് ആവശ്യമാണെങ്കിൽ അതിൽ വീട് ചെയ്ത് കൊടുക്കും. അത് എത്ര സ്ക്വയർ ഫീറ്റ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യും. കസ്റ്റമൈസ്ഡായിട്ടാണ് നിങ്ങൾക്ക് എങ്ങനെ വേണം അങ്ങനെയൊക്കെ ചെയ്തു തരും. ബേസിക്കലി നിങ്ങൾക്ക് സ്ഥലം വേണമെങ്കിൽ സ്ഥലം നമ്മൾ തരും. അതിൽ നിങ്ങൾക്ക് പറയുകയാണ് വീട് വെച്ചാൽ വീട് വെച്ച് തരും. വിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് ആക്കാനേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടില്ല. അതിപ്പോൾ ഈ കാണുന്ന സ്ഥലത്തിന് ഒക്കെ ഒരു വില, എല്ലാം ഒരേ വിലയാണ്. എല്ലാം ഒരേ വിലയാണ്. റോഡ് ടാർ ചെയ്ത് ഫ്രണ്ട് നമ്മൾ ചെയ്ത് വരുമ്പോൾ ബാക്കും ഫ്രണ്ടിനേക്കാൾ വിലയുള്ളതായി തീരും. കാരണം എല്ലാ റോഡിന്റെ സൈഡ് തന്നെ ആക്കി മാറ്റണം നമ്മള്. റോഡിന്റെ സൈഡ് അത്യാവശ്യമല്ല. ഫസ്റ്റ് എമൗണ്ട് എന്ന് പറയുമ്പോൾ ഒരാളടുത്ത് 5 ലക്ഷം ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ സ്ഥലം കൊടുക്കും. അവർക്ക് കൈവശം കൂടി ഉണ്ടാക്കാൻ പെർമിഷനും കൊടുക്കും. അവൾക്ക് എടുക്കാം. രജിസ്റ്റർ ചെയ്ത് കൊടുക്കൂല. രജിസ്ട്രേഷൻ എപ്പോഴും ലാസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നാണ് പേയ്മെന്റ് തീർക്കണത് അന്ന് രജിസ്ട്രേഷൻ കൊടുക്കും. അതൊക്കെ ചെയ്യുമല്ലോ. റെയിൽവേ സ്റ്റേഷൻ 10 മിനിറ്റ് റെയിൽവേ സ്റ്റേഷൻ എത്തും. ഇജൊന്നും പറഞ്ഞൂല. ഞങ്ങൾ മുമ്പൊക്കെ എത്തിയ ഇജ് കരച്ചു കുത്തിരിപ്പൊടി ആരാ പറഞ്ഞത്? അതായത് ഷൊർണൂര് മുതൽ നിലമ്പൂര് ഏത് ജോലിക്കാർക്കും ബസ് സമരം എന്താണെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ 10 മിനിറ്റ് ഏത് രാത്രി സൈറ്റിലെത്താം. 10 മിനിറ്റ് കൊണ്ട്. ഒന്നിന്റെ ആവശ്യമില്ല, നടക്കാനുള്ളൂ. അങ്ങാട്ടേക്ക് നടന്നു പോകാനുള്ളൂ, സ്കൂളിലും അതുപോലെ തന്നെ നടന്നു പോകാനുള്ളൂ, മദ്രസയ്ക്കും നടന്നു പോകാനുള്ളൂ. ഒന്നിനും ഈ സൈറ്റ് എടുക്കാനുള്ള ഗുണം വെച്ചാൽ ഒന്നിനും ബസ്സിനെ ആശ്രയിക്കേണ്ട ഒരാവശ്യമില്ല അല്ലേ? അങ്ങനെയാണ്. ഹോസ്പിറ്റല്, പള്ളി, മദ്രസ്, സ്കൂള്, എല്ലാ സംഗതികളും ഒക്കെ എത്തിയിട്ടാണ്. ഇനിയിപ്പോൾ കുട്ടിനെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അതുപോലെ തൊട്ടടുത്താണ് അംഗനവാടിയായാലും ഒക്കെ. പിന്നെ കോളേജ് തൊട്ടടുത്ത്. അങ്ങനെ എല്ലാ നിലക്കും സൗകര്യമുള്ള സ്ഥലമാണ്. അപ്പൊ എന്തായാലും പിന്നെ ചെറുക്കനോട് ഒന്ന് കാണിച്ചോണ്ടി ഏകദേശം 3 മീറ്റർ താഴ്ചയിൽ വെള്ളമുണ്ട്. റോഡൊക്കെ ഇവിടെ 100 മീറ്ററോളം 6 മീറ്റർ റോഡാ, 20 അടി. പിന്നെ ഇന്റേണൽ റോഡൊക്കെ 4 മീറ്റർ വീതി ഉണ്ട്. 10 അടി റോഡല്ല. അപ്പൊ നമുക്ക് ഈ ചെറുക്കനെ സ്ഥലം ഒന്ന് കാണാൻ പറ്റൂല. ഒരു 4-5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ക്യൂബി ബിൽഡേഴ്സിൻ്റെ ഇവിടെ ഈ കാണുന്ന വണ്ടൂർ പഞ്ചായത്തിലെ വാണിയമ്പലം പട്ടണത്തിൽ നിന്ന് കഷ്ടി 500 മീറ്റർ ദൂരപരിധിക്കുള്ളിൽ ഈ കാണുന്ന മുതലിൽ പോയി ഒരു 5 സെൻറ്റോ അല്ലെങ്കിൽ 10 സെൻറ്റോ നിങ്ങൾ അഡ്വാൻസ് കൊടുത്തിടുക. അഡ്വാൻസ് കൊടുത്തിട്ട് ഇവർ 3 വർഷം കാലാവധിക്കാണ് ഇത് ക്ലോസ് ചെയ്യേണ്ടത്. നിങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? അതായത്
നമ്മളിപ്പോൾ ഒരു 5 സെൻറ്റ് സ്ഥലം, ഇപ്പോൾ നമ്മൾ 5 സെൻറ്റ് സ്ഥലം കൊടുക്കുന്നത് ഇവിടെ പല റേറ്റിലാണ്. 1.5 ലക്ഷം മുതൽ 2-2.5 ലക്ഷം വരെയുള്ള ഭൂമികൾ ഇതിനകത്ത് കൊടുക്കാനുണ്ട്. ഭൂമിക്ക് പലയിടത്തും പല രീതിയിലാണ് ഭൂമിൻ്റെ കടപ്പ്. അപ്പോൾ ആ കടപ്പിനനുസരിച്ചൊക്കെ 1.5 മുതൽ 2 ലക്ഷം വരെയുള്ള ഭൂമികൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് 1.5 ലക്ഷത്തിൻ്റെ ഭൂമി മതിയെങ്കിൽ അതിനൊരു അഡ്വാൻസ് കൊടുക്കുക. പകുതി പൈസ ഒരു 10 ലക്ഷം ഭൂമിക്ക് വരുന്നുണ്ടെങ്കിൽ 5 ലക്ഷം കൊടുക്കുക, ബാക്കിയുള്ളത് 3 വർഷം കൊണ്ട് അടച്ചു തീർക്കുക എന്നുള്ള സിസ്റ്റത്തിലാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താവും, 2 കുട്ടികളാകുമ്പോഴേക്കും 2-3 കുട്ടികളാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഭൂമിയായി. പിന്നെ വീട് വെക്കാനാണെങ്കിൽ ഈ നമ്മുടെ QB വില്ലാസിനെ തന്നെ നിങ്ങൾ സമീപിക്കാം. അതിനും അവർ സ്കീം ചെയ്യുന്നുണ്ട്. പകുതി പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ വീട് വെച്ച് തരും. ബാക്കിയുള്ളതിന് 5 വർഷത്തെ കാലാവധിക്കുള്ളിൽ ക്ലോസ് ചെയ്യുന്ന രീതിയിലുള്ള സിസ്റ്റം ഇവർ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും സൗകര്യത്തോടു കൂടി നമ്മുടെ വണ്ടൂർ പഞ്ചായത്തിൽ ഇതാദ്യമായിട്ടാണ് ഒരു ഭൂമി അടവിന് കൊടുക്കുന്നത്. വീടുകളൊക്കെ പല രീതിയിലും അടവിന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പകുതി പൈസ കൊടുത്ത് 5 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ പല രീതിയിലും പല ആൾക്കാരും ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നാൽ മലപ്പുറം ജില്ലയിൽ തന്നെ എൻ്റെ അറിവിൽ, ഞാനിപ്പോൾ ഈ ഓൺലൈൻ ബിസിനസ്സിൽ ഇറങ്ങിയിട്ട്, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5-8 വർഷത്തോളമായി. എൻ്റെ അറിവിൽ ഇതാദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്കീം വന്നുള്ളത്. 5 സെൻറ്റ് ഭൂമിക്ക് 10 ലക്ഷമാണെങ്കിൽ 5 ലക്ഷം നിങ്ങൾ തരൂ, ബാക്കി 3 വർഷം കൊണ്ട് നിങ്ങൾ ക്ലോസ് ചെയ്യൂ എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഇത് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഈ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.